നമസ്കാരം. ഈ നേരത്തെയൊക്കെ ആയുർവേദത്തിൽ പാമ്പ് കടിയുടെ ചികിത്സകളുണ്ടായിരുന്നു. ഈയിടെയായിട്ട് മോഡേൺ മെഡിസിനിലൊക്കെ അതിൻ്റെ ചികിത്സ ഉള്ളതുകൊണ്ട് കൂടുതൽ ആളുകളും അങ്ങോട്ട് പോകാറുണ്ട്. പഴയ വൈദ്യന്മാരൊക്കെ മരിച്ചുപോയി. പുതിയ തലമുറ അത് ചികിത്സ പഠിക്കാതെയൊക്കെ ഇരുന്ന് അങ്ങനെ കുറേയൊക്കെ അതിന് ക്ഷയം വന്നിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഈ അതുകൂടാതെ ചിലന്തി വിഷം, അതുപോലെ തന്നെ പല വിഷമുള്ള കീടങ്ങളൊക്കെ കടിക്കുക, പ്രാണികൾ കടിക്കുക, ഇതുകൊണ്ടുണ്ടാകുന്ന പല പ്രശ്നങ്ങളും ആളുകൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെയും ശരിയായ പരിഹാരം കിട്ടാതെയും എന്നാൽ ഇത് അലോപ്പതി ചികിത്സയിൽ ശരിയായ റിസൾട്ട് കിട്ടാതെ വന്നിട്ടുള്ള പല രോഗികളും എൻ്റെ അടുക്ക് വരാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ വിഷശമനമായിട്ടുള്ള ഔഷധങ്ങൾ കൊടുത്ത് വയറൊക്കെ ഇളക്കി മരുന്ന് കൊടുത്തപ്പം അത് കംപ്ലീറ്റ് എന്നേക്കുമായിട്ട് മാറിയ ചരിത്രങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഏരിയ പറ്റി ഇപ്പം വളരെ അജ്ഞരാണ്. പക്ഷേ നമ്മൾ ഇപ്പോഴും വിഷചികിത്സ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ആ ചികിത്സകൾ ചിലപ്പം ഈ ചിലന്തി വിഷം വന്നു കഴിഞ്ഞാൽ ചെറിയ പൊള്ളൽ പോലെ ഇങ്ങനെ വരും. അത് ആരും മൈൻഡ് ചെയ്യാതിട്ടേക്കും. പക്ഷേ കുറേ കഴിയുമ്പോൾ ആ ചിലവെല്ലാം കൂടെ അവിടെ പറ്റിയിട്ട് മൊത്തത്തിലൊരു പുണ്ണാവും. അത് വെറും സ്കിന്നിൻ്റെ കേസാണെന്ന് കരുതി പലരും ചികിത്സിച്ചിട്ട് മാറാതെ വന്ന് പിന്നെ ഇവിടെ വന്നത് ചിലന്തി വിഷത്തിൻ്റെയാണെന്ന് മനസ്സിലാക്കി മെഡിസിൻ കൊടുത്തത് മാറ്റിയിട്ടുണ്ട്. അപ്പം പലർക്കും ചിലന്തി വിഷം കണ്ടാൽ തിരിച്ചറിയാൻ വയ്യാതെ വരും. ഈ സ്കിന്നിൻ്റെ ചികിത്സ ചെയ്ത് മാറുന്നില്ലെങ്കിൽ വിഷം സംശയിക്കണം. അപ്പോൾ എന്തെങ്കിലും ഇതേപോലുള്ള ചിലന്തി കൊണ്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും. ചിലന്തി തന്നെ ഊറാമ്പുലി എന്നും പറഞ്ഞ് വേറൊരു ടൈപ്പുണ്ട്. അത് 4 കാലാണ് സാധാരണ, 8 കാലി എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനെ ദൂരെ നിന്ന് നോക്കിയാൽ 4 കാല് പോലെ തോന്നത്തുള്ളൂ. 2 കാലും ഇത് അടുപ്പിച്ച് വെച്ചിരിക്കുക. അതിനാണ് ഊറാമ്പുലി എന്ന് പറയും. അതിന് വിഷം കൂടുതലാണ്. അത് കടിക്കുന്നവർക്ക് പാൽപിറ്റേഷനൊക്കെ ഉണ്ടാവുക, പല അസ്വസ്ഥതകളും ഉണ്ടാവും. അത് ശരിക്കും വിഷമാണെന്ന് മനസ്സിലാക്കാതെയും ഇത് കടിച്ച കാര്യം ഓർക്കാതെയും ചികിത്സിക്കുകയാണെങ്കിൽ ഇത് പല ദിവസം ചികിത്സിച്ചാലും മാറാതെ വരികയും പല പ്രശ്നങ്ങളുണ്ടാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കേസുകൾ വിഷം കൊണ്ടാണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ചികിത്സകൾ വഴിതെറ്റിപ്പോവും. അത് പിന്നെ പല വണ്ടുകൾ കടിച്ചിട്ടുണ്ടാകുന്നത്, പിന്നെ പല ജീവികൾ ഇപ്പം വെള്ളത്തിലൊക്കെ ഇറങ്ങുമ്പം ഒരു തരം ചൊറിയെന്നാണ് പറയുന്നത്. ഒരു കൂണ് പോലെ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കും. അത് തട്ടിയാലും അതിന് ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നമുക്ക് ആ വിഷചികിത്സ ചെയ്യുമ്പോൾ അതൊക്കെ മാറി കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈയിടെയായിട്ട് ദുബായിലൊരാൾ ഏതോ ഒരു ഗാർഡനിൽ പോയപ്പോൾ എന്തോ കടിച്ച്, എന്തോന്നൊന്നും അറിഞ്ഞൂടാ. പക്ഷേ കാലിൽ പല പാടുകളുമൊക്കെ വീണ് 5-6 മാസം അലോപ്പതിയൊക്കെ കഴിച്ചിട്ട് മാറാതെ പിന്നെ ഇവിടെ വന്നു. അപ്പോൾ അയാൾക്ക് ഇതുപോലെ പിന്നെ വണ്ട് കടിക്കും ഒക്കെയുള്ള പിന്നെ ഈ കീടങ്ങളൊക്കെ കടിച്ചാലുണ്ടാകുന്ന അതിനുള്ള പ്രതിവിധിയായിട്ടുള്ള ചില ഔഷധങ്ങൾ ഞാൻ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ചില പച്ചമരുന്നുകളുണ്ട്. അതിൻ്റെ നീരിൽ നമ്മൾ ഈ മെഡിസിൻസ് കൊടുക്കുമ്പോൾ വയറ് ഇളകി പോവുകയും അതിനോടൊപ്പം വിഷാംശങ്ങൾ നശിക്കുകയും പിന്നെ ശമന ഔഷധങ്ങൾ കൊടുക്കുകയും ചെയ്യും. അങ്ങനെ അത് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ചികിത്സകൾ ഇപ്പം ചെയ്യുന്നവർ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി ഒന്ന് ഓർമ്മിപ്പിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചികിത്സകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് ആളുകൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അത് ഒന്നിലധികം വിഷമുള്ള പിന്നെ കൊച്ചു കൊച്ചു ജീവികളുണ്ട്. അത് ഏത് കടിച്ചാലും അതിന് കോമണായിട്ട് കൊടുക്കാവുന്ന ഒരുപാട് ഔഷധങ്ങൾ ആയുർവേദത്തിലും സിദ്ധത്തിലും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് അതിനെയൊക്കെ സുഖപ്പെടുത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. പഴുതാര കൂടുതലും പൈത്തികമായിട്ട് ശരീരത്തിന് കൂടെ ചൂട് ഉണ്ടാകത്തക്ക രീതിയിലുള്ള ഒരു വേദനയായിരിക്കും അതിനുണ്ടാകുന്നത്. അതിന് പിത്തശമനമായിട്ടുള്ള ചികിത്സകൾ ചെയ്ത് അതിനെ സുഖപ്പെടുത്തിയെടുക്കുക. ഇത് ജന്തുജന്യമായ വിഷങ്ങളാണ്. അതേപോലെ രാസവിഷങ്ങളുണ്ട്. അതായത് സ്ഥാവര വിഷമെന്നും ജംഗമ വിഷമെന്നും പറയും. ജംഗമ വിഷം എന്ന് പറഞ്ഞാൽ ജീവികളിൽ കൂടെ ഉള്ള, സ്ഥാവര വിഷങ്ങളെന്ന് പറഞ്ഞാൽ കെമിക്കൽസും കിഴങ്ങുകളിൽ കൂടെ ഉള്ളതും ചില ചെടികളിൽ നിന്നൊക്കെ ഉള്ളതും എല്ലാം സ്ഥാവര വിഷങ്ങളിൽ പെടുന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പം മായം ചേർന്നിട്ടുള്ള ആഹാരം കഴിക്കുന്നവർക്ക് സോറിയാസിസ് പോലുള്ള രോഗങ്ങൾ ഉണ്ടാകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതേപോലെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നുണ്ട്. അതൊരു എന്തുകൊണ്ടാണെന്ന് അവർ അറിയുന്നതുമില്ല. പക്ഷേ ഇതിൻ്റെ പരിണിത ഫലം എന്ന് പറഞ്ഞാൽ നമ്മളുടെ മൂലധനമായ ഓജസ് അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ എന്ന് പറയും, ഇത് ക്ഷയിച്ചുകൊണ്ടേയിരിക്കും ക്രമേണ. അവസാനം ഒരു രോഗം വന്നാൽ ആ രോഗത്തിന് മരുന്ന് കൊടുത്താൽ അത് ഫലിക്കാതെ പോവുകയും പിന്നെ പല രോഗങ്ങളുണ്ടാവുകയും അതിനൊരു സിൻഡ്രം എന്ന് പറയും. അങ്ങനെ പല രോഗങ്ങളുടേതായിട്ട് വ്യക്തമല്ലാത്ത ചില രൂപങ്ങളിൽ വന്ന് കിടന്നിട്ട് രോഗം മാറാതെ വരികയും ഒരുപാട് ചികിത്സ ചെയ്തിട്ടും പ്രയോജനമില്ലാത്ത ഒരു അവസ്ഥയിലോട്ടൊക്കെ കിടക്കും. അപ്പോൾ അതിനൊക്കെ സ്ഥാവര വിഷയങ്ങൾക്കുള്ള ചികിത്സകൾ ചെയ്തെങ്കിലേ അത് മാറുകയുള്ളൂ. അത് രോഗികൾക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കത്തില്ല. പിന്നെ അങ്ങനെ ചികിത്സ ചെയ്യുന്ന ഡോക്ടർമാരുടെയൊക്കെ പോയെങ്കിലേ ആ ചികിത്സകൾ കിട്ടത്തുള്ളൂ. പ്രത്യേകിച്ച് ഈയിടെയായിട്ട് ആയുർവേദത്തിൽ വിഷചികിത്സ കൂടുതൽ പേര് അത് ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ ഇവിടെ റിസർച്ച് സെൻ്റർ ആയതുകൊണ്ട് ഈ വിഷചികിത്സ മറ്റ് രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് കൊണ്ട് വിഷചികിത്സകളും കൂടെ ചെയ്തെങ്കിലേ ആ രോഗങ്ങൾ മാറി കിട്ടത്തുള്ളൂ.
അതുകൊണ്ട് സ്ഥാവര വിഷയങ്ങൾ, അതായത് കെമിക്കൽസ് ചേർന്നിട്ടുള്ള ആ, ദൂഷ്യ അംശങ്ങൾ നമ്മുടെ ശരീരത്തിൽ, ഇപ്പം കീടനാശിനികളൊക്കെ ഉപയോഗിച്ച മലക്കറി ആയാലും, പിന്നെ പ്രിസർവേറ്റീവ്സ് ചേർത്തിട്ടുള്ള മീനും ഇറച്ചിയും പിന്നെ പ്രോസസ്ഡ് ഫുഡും എല്ലാം നമുക്ക് എന്തെല്ലാം ദോഷങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് അറിയാൻ പറ്റില്ല. അത് മാരകമായ പല പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനെയൊക്കെ കാലാകാലങ്ങളിൽ വയറിളക്കി ശുദ്ധീകരിച്ച് ഓജസ്സിനെ വർദ്ധിപ്പിക്കാനുള്ള ഔഷധം കൊടുത്ത് വിഷശമനമായ ഔഷധം കൂടെ ചെയ്തെങ്കിൽ മാത്രമേ അവരെ അങ്ങനെയുള്ള കണ്ടീഷനിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഈയിടെയായിട്ട് ഒരു പറച്ചിലുണ്ട്, എല്ലാം കെമിക്കലാണ്, കെമിക്കലല്ലാത്ത ലോകത്തൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ജീവനുള്ള ശരീരത്തിലുള്ള കെമിക്കൽസും ജീവനില്ലാത്ത ശരീരത്തിൽ ഉള്ള വസ്തുക്കളിലുള്ള കെമിക്കൽസുമായിട്ട് വ്യത്യാസമുണ്ട്. ജീവശരീരത്തിൽ ഇപ്പം സസ്യങ്ങൾ ഒരു ഫാക്ടറി പോലെയാണ്. നമ്മുടെ ജന്തുക്കൾക്ക് വേണ്ടുന്ന രീതിയിൽ കെമിക്കൽസിനെ ശുദ്ധീകരിച്ച് പ്രോസസ്സ് ചെയ്ത് നമ്മളെ വാതപിത്ത കഫങ്ങൾക്ക് ഇണങ്ങുന്ന രീതിയിലാക്കി കൊടുക്കുന്ന ഒരു പ്രക്രിയ ചെടികൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആയുർവേദത്തിൽ കൂടുതൽ ചെടികളിൽ നിന്ന് ഔഷധങ്ങൾ, അതിന് ഓർഗാനിക് മെഡിസിൻസ് എന്നാണ് പറയുന്നത്. ആ മെഡിസിൻസാണ് നമുക്ക് വെറും കെമിക്കലിനേക്കാളും ഓർഗാനിക്കായിട്ടുള്ള കെമിക്കൽസാണ് നമ്മുടെ ശരീരത്തിന് ഉപയുക്തമാക്കേണ്ടത്. അല്ല, രണ്ടും കെമിക്കലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓർഗാനിക് കെമിക്കലുകൾ ജീവശരീരത്തിന് കൂടുതൽ അനുഗുണവും, വെറും കെമിക്കലുകൾ അത്ര മെച്ചവും അല്ല. ഉപ്പ് പോലും ശുദ്ധീകരിച്ചാണ് ആയുർവേദത്തിൽ ഉപയോഗിക്കാൻ പറയുന്നത്. പഞ്ചസാര ആയാലും പഞ്ചസാരത്തേക്കും കെമിക്കൽസ് കൂടുതലുണ്ട്. ശർക്കരയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. നല്ല കെമിക്കലൊന്നും ചേരാത്ത ശർക്കരയാണ് മധുരത്തിനായിട്ട് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നത്. അങ്ങനെ പിന്നെ ഈ കെമിക്കൽസ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ മാരകമാണ് തന്നെയാണ്. അതുകൊണ്ട് സസ്യങ്ങളിൽ നിന്നെടുക്കുന്ന ഔഷധങ്ങൾക്ക് പോലും പിന്നീടും കൂടെ ഒന്നും കൂടെ ശുദ്ധി ചെയ്ത്, ഇഞ്ചി പോലും ഒന്നും കൂടെ ശുദ്ധി ചെയ്ത് അതിനെ 100 കളഞ്ഞിട്ടാണ് ഉപയോഗിക്കാൻ പറയുന്നത്. അങ്ങനെ ആയുർവേദത്തിൽ ശുദ്ധിക്രമങ്ങളുണ്ട്. ആ ശുദ്ധിക്രമങ്ങളെപ്പറ്റി ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാ, വൈദ്യന്മാർക്ക് അറിയാം, പക്ഷേ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് എല്ലാം കെമിക്കലാണ്, കെമിക്കലല്ലാത്ത ചെടിയിലൊന്നുമില്ല എന്നൊക്കെയാണ് ഇപ്പം വ്യാജമായിട്ട് കുറേ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്, സയൻസ് എന്നും പറഞ്ഞുള്ള ലേബലിൽ. പക്ഷേ അത് യഥാർത്ഥത്തിൽ ശരിയല്ല. നമുക്ക് ജൈവ സ്വഭാവത്തിലുള്ള ഔഷധങ്ങളും ചെടികളിൽ നിന്നെടുക്കുന്നതും പിന്നെ അതിനെ ശുദ്ധീകരിച്ച് ഉപയോഗിക്കുന്നതും ആയിട്ടുള്ളതാണ് നമ്മൾ ജീവശരീരത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ളത്, സൈഡ് എഫക്റ്റ് ഉണ്ടാകാതിരിക്കുന്നത്.